യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനമാണ് പ്രാർത്ഥനയോടെ നാം ഈ ദിവസം കേൾക്കുന്നത്. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ ജീവൻ നമ്മളിൽ നിറയും. ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനത്തിലെ സൗഖ്യം നമ്മളിൽ നിറയും. ഇപ്പോൾ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ വചനത്തിലെ ദൈവവചനത്തിൻ്റെ ജീവനും ദൈവവചനത്തിൻ്റെ സൗഖ്യവും ദൈവവചനത്തിൻ്റെ സമാധാനവും സുരക്ഷിതത്വവും അനുഗ്രഹവും നമ്മളിൽ വന്ന് നിറയുന്ന സമയം കൂടിയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നല്ലൊരു ദൈവാനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദൈവാനുഭവം ഉണ്ടാകട്ടെ. ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ മക്കൾ ദൈവകൃപയിൽ വളരുവാൻ ഇടവരട്ടെ. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് അസ്വസ്ഥതകളും അസമാധാനവും മാറിപ്പോകട്ടെ. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, തലമുറ ദൈവാനുഗ്രഹത്തിൽ വളർന്നു വരാൻ ഇടയാകട്ടെ. ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്ന, കേൾക്കുന്ന, സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളും ആത്മീയമായും ഭൗതികമായും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഇന്ന് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ആലയത്തിൽ ഒത്തിരി പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഈ ദിവസം നിങ്ങളുടെ ഒരാവശ്യത്തെ കൂടെ, ഒരു നിയോഗത്തെ കൂടെ സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്കിന്ന് ഈ വചനം ശ്രദ്ധിക്കാം. 2 സാമുവേൽ 23 അധ്യായം 2 വാക്യം. 2 സാമുവേലിൻ്റെ 2 പുസ്തകം 23 അധ്യായം 2 വാക്യം. കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു, അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ. ദൈവവചനമാണ് എൻ്റെ നാവിലുള്ളത്. കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു, ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ നാവിൽ. ദൈവത്തിൻ്റെ വചനം ഒരാളിലുണ്ടെങ്കിൽ, ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഒരാളുടെ പ്രാർത്ഥനയിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതവും ഒരനുഗ്രഹമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നുണ്ട്. 2 അധ്യായം ഇങ്ങനെയാണെങ്കിൽ 4 വാക്യം ദൈവവചനം നാവിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയാകുമെന്ന് എഴുതിയിട്ടുണ്ട്. പ്രഭാതത്തിലെ പ്രകാശം പോലെ, കാർമേഘരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. 2 ഉപമകളാണ്. പ്രഭാതത്തിലെ പ്രകാശം, സൂര്യോദയം. ആ ഒരു പ്രകാശം എപ്പോഴും ഒരു മനോഹാരിതയുള്ളതും ആകർഷണീയതയുള്ളതുമാണ്. ദൈവവചനം നിങ്ങളെ, നിങ്ങളുടെ ജീവനെ, ജീവിതത്തെ, ഭാവിയെ കുറെ കൂടി ആകർഷണീയതമാക്കും, അല്ലെങ്കിൽ അനുഗ്രഹമുള്ളതാക്കി മാറ്റും. 2 കാർമേഘരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യൻ. നമുക്കറിയാം, ഒത്തിരി മഴക്കാറൊക്കെയുള്ള സമയത്ത്, കാർമേഘമുള്ള സമയത്ത് വെളിച്ചമുണ്ടെങ്കിലും ആ വെളിച്ചത്തിനൊരു പ്രസരിപ്പുണ്ടാകണമെന്നില്ല. ഒരു ഇരുട്ട് നിറഞ്ഞ വെളിച്ചമായിരിക്കും അത്. അതാ എഴുതിയിട്ടുള്ളത്. കാർമേഘരഹിതമായ ആകാശത്തിൽ, കാർമേഘരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ.
കാർമേഘം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇന്നൊരു മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തോന്നുന്നു, മൊത്തം ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണല്ലോ എന്ന് നമ്മൾ പറയും. ഒട്ടും കാർമേഘമില്ലെങ്കിൽ ആ ആകാശത്തിനും ആ അന്തരീക്ഷത്തിനും ഒരു തെളിച്ചവും പ്രകാശവുമൊക്കെ കൂടുതലാണ്. ദൈവവചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ കാർമേഘരഹിതമായ പ്രഭാതത്തിൽ ഉണ്ടാകുന്ന പ്രകാശിക്കുന്ന സൂര്യനെ പോലെ, ഭൂമിയിൽ പുല്ല് മുളപ്പിക്കുന്ന മഴ പോലെ അവൻ ശോഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ ദൈവവചനം കേൾക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു സൈഡിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും ചില നഷ്ടങ്ങളും ചില ഉത്കണ്ഠയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ശോഭിക്കുന്നൊരു സമയം ദൈവം ഒരുക്കുന്നുണ്ട്. ശോഭിക്കുന്ന എന്ന് പറഞ്ഞാൽ അതൊരു ഒത്തിരി പേരുടെ ശ്രദ്ധയാകർഷിക്കുന്ന, അത്ഭുതപ്പെടുന്ന, വിചാരിക്കുന്നതിനപ്പുറമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ശോഭിക്കുന്ന. ശോഭനമായൊരു ഭാവി, ശോഭനമായൊരു ജീവിതം. നമ്മളൊക്കെ ചിലരെ അങ്ങനെ അനുഗ്രഹിക്കാറില്ലേ? നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ, നിനക്ക് ശോഭനമായൊരു ജീവിതം ഉണ്ടാകട്ടെ. അതൊരനുഗ്രഹത്തിൻ്റെ വാക്കാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദൈവവചനമാണ് എൻ്റെ നാവിൽ. അവരുടെ ജീവിതം ശോഭിക്കും. ഇന്ന് ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ഇന്നു ചിലപ്പോൾ ഇരുട്ടിലായിരിക്കാം, കാർമേഘം മൂടിയ അന്തരീക്ഷം പോലെ മൂടിക്കെട്ടിയൊരു സാഹചര്യമായിരിക്കാം. ചില സങ്കടങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. മനസ്സിലൊരു വല്ലാത്തൊരു വിഷമം കാണും. ആകപ്പാടെ ഒരൊറ്റപ്പെട്ടതുപോലെ, എനിക്കാരുമില്ലാത്തതുപോലെ, ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. മനസ്സ് നീറി കഴിയുന്ന സാഹചര്യമായിരിക്കാം. ഇന്നലെ പോലും നന്നായിട്ടൊന്നും ഉറങ്ങിയിട്ടുണ്ടാകില്ല. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ചില വഴക്കുകളുണ്ടായ സാഹചര്യമായിരിക്കാം. വിചാരിച്ചതുപോലെ അല്ലല്ലോ കാര്യങ്ങളും ജീവിതവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ച് മനസ്സ് തളർന്നു വാടിയിരിക്കുമായിരിക്കാം. ചില രോഗപീഠകളെ ഓർത്തുള്ള ഉത്കണ്ഠയായിരിക്കാം. മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആലോചനയായിരിക്കാം. അവരുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഭയമായിരിക്കാം. 100 കാര്യങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടാകും, വിഷമിപ്പിക്കുന്നുണ്ടാകും, പ്രയാസപ്പെടുത്തുന്നുണ്ടാകും. സാരമില്ല, നമ്മളിപ്പോൾ ദൈവവചനത്തിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടായിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തെ ഇരുട്ടിലാക്കും, തകർത്ത് കളയും എന്നല്ലല്ലോ കേൾക്കുന്നത്. 5-ാമത്തെ വാക്യം, എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ. എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ. അപ്പോൾ നിങ്ങളുടെ ഭവനം ദൈവസന്നിധിയിൽ പ്രകാശിക്കുന്ന ഭവനമാവും, അനുഗ്രഹമുള്ളൊരു വീടാവും, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയും, ദൈവാനുഗ്രഹം ഉണ്ടാവും, ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. വിശ്വാസത്തോടെ പറ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാനും എൻ്റെ കുടുംബവും കാണും. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഞാനും എൻ്റെ കുടുംബവും കാണും. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയുടെ സാന്നിധ്യം ഞാനും എൻ്റെ ഭവനവും അനുഭവിക്കും. എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ. ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച മുതലാണ് നമ്മൾ ഒത്തിരി പേരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് പേരുടെ വേദനയും വിഷമവും കണ്ണുനീരും ഒക്കെ ഇതാണ്. ജീവിതത്തിലൊരു സമാധാനമില്ല, ജീവിതത്തിലൊരു സ്വസ്ഥതയില്ല, സ്നേഹത്തോടെയുള്ള പെരുമാറ്റങ്ങളില്ല, പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് കാർമേഘ സമാനമായ വിഷയങ്ങളൊക്കെ മാറിപ്പോകണം. മദ്യം, മയക്കുമരുന്ന്, ലഹരിക്ക് അടിമപ്പെട്ടു പോയവർ, അതുപയോഗിക്കുന്നവർ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരണം. ആരെയും വഴക്കു പറയാനോ ഉപദേശിക്കാനോ അല്ല, പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രാർത്ഥനയിൽ ദൈവം അവരെ തൊടുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആരും ഇത്തരത്തിൽ ജീവിതം താറുമാറാകാതിരിക്കട്ടെ, ആരുടെയും ജീവിതം. അതിനുവേണ്ടി കൂടെ പ്രാർത്ഥിക്കുവാണ്. നമുക്ക് നല്ല ആശീർവാദത്തെ ഇപ്പോൾ പ്രാർത്ഥനയിലൂടെ, ഈ വചനത്തിലൂടെ
സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ തീരുമാനത്തിലും നിങ്ങളുടെ യാത്രയിലും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, അതോടൊപ്പം എല്ലാ തരത്തിലുള്ള ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, ആത്മഹത്യാ പ്രവണതയിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. ശരീരത്തിൻ്റെ അകവും പുറവും സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. എല്ലാത്തരം തിന്മകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സമാധാനവും സ്വസ്ഥതയും ഞങ്ങൾക്ക് തരണമേ. ശാന്തമായൊരു അന്തരീക്ഷം തരണമേ. ഞങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെ അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണാൻ ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിങ്ങളെയും ഓർക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. നാളെയും 5:30 ഒരുമിച്ച് കാണണം. 5:30 സമയത്ത് ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. നമുക്ക് 5:30 സാധ്യമാണെങ്കിൽ, ഒക്കുവാണെങ്കിൽ, ആരോഗ്യവും സമയവും സാഹചര്യവും അനുകൂലമാണെങ്കിൽ നമുക്ക് 5:30 തന്നെ വചനം കേൾക്കാൻ ഒരുങ്ങാം. നമ്മൾ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.